ആമിർ സുഹൈൽ എന്ന പേര് കേട്ടിട്ടുണ്ടോ? അന്നത്തെ കാലത്തെ വെട്ടിക്കെട്ട് ബാറ്റ്സ്മാൻ ആയിരുന്നു. പാകിസ്ഥാന് വേണ്ടി ആമിർ സുഹൈലും സയ്യിദ് അൻവറും കൂടി ഓപ്പണിംഗ് ഇറങ്ങിയാൽ എത്ര വലിയ ബൗളിംഗ് നിരയും ഒന്ന് വേർക്കുമായിരുന്നു. ഹാർഡ് ഹിറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അഗ്രഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യക്കെതിരാണെങ്കിൽ പ്രത്യേകിച്ചും. അങ്ങനെ അഗ്രഷൻ്റെ അപ്പോസ്തലനായ ആമിർ സുഹൈലിനെ ഒരു ഇന്ത്യൻ ബൗളർ പുറത്തേക്കുള്ള വഴി അതേ അഗ്രഷൻ നിലനിർത്തിക്കൊണ്ട് കാണിച്ചു കൊടുത്ത ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലെ ഒരിക്കലും മറക്കാനാവാത്തൊരു മൊമെൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വേറും വാശിയും അതിൻ്റെ എക്സ്ട്രീമിലെത്തിയ ആ നിമിഷം. ഇറ്റ് ഈസ് ആക്ച്വലി ദി ഗ്രേറ്റസ്റ്റ് റൈവൽറി. Well, that's the answer. That's the best way you can answer a batsman. Venkatesh Prasad has clean bowled Amir Sohail. 1996 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എല്ലായ്പ്പോഴും കണ്ടുവരാറുള്ള ഇന്ത്യ പാക് മത്സരത്തിൻ്റെ എല്ലാ ടെൻഷനും ആളി കത്തിക്കൊണ്ടിരുന്നു. മാച്ച് തുടങ്ങാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ പാക് ക്യാപ്റ്റൻ വസീം അക്രം കളിക്കാനിറങ്ങുന്നില്ല എന്ന വാർത്ത വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതെന്താ മാച്ച് ഫിക്സിംഗ് ആണോ എന്ന് വരെ ചോദ്യങ്ങൾ ഉയർന്നു. പക്ഷേ സത്യത്തിൽ അക്രത്തിന് പ്രാക്ടീസ് ചെയ്യവേ സംഭവിച്ച പരിക്കായിരുന്നു കാരണം. അറിയാലോ, ഇന്ത്യ പാക് മത്സരങ്ങളിൽ കോൺട്രവേഴ്സിക്കാണോ പഞ്ഞം? എന്നാൽ അതായിരുന്നില്ല ആ മാച്ചിലെ ഹൈലൈറ്റ് പോയിന്റ്. അത് വരാനിരിക്കുന്നേയുണ്ടായിരുന്നുള്ളൂ. ബാംഗ്ലൂരിൽ തിങ്ങിക്കൂടിയ 35,000-ൽ പരം കാണികൾക്കും അത് വീട്ടിലും ഗല്ലികളിലുമെല്ലാം ഇരുന്ന് കാണാൻ തയ്യാറായിരിക്കുന്ന പ്രേക്ഷകർക്കും അവരുടെ ലൈഫ് ടൈമിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഹീറ്റഡ് മൊമെന്റ്. ഇന്ത്യയായിരുന്നു ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയത്. ഓപ്പണിംഗിന് ഇറങ്ങിയ നവ്ജോത് സിദ്ധുവിൻ്റെ അതിമനോഹരമായ 93 റൺസ് ഇന്നിംഗ്സിൻ്റെയും അജയ് ജഡേജയുടെ സ്വീറ്റ് ക്യാമിയോയുടെയും ബലത്തിൽ ഇന്ത്യ 50 ഓവറിൽ 287 എന്ന കൂറ്റൻ ടോട്ടൽ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്ത്യൻ ആരാധകർ ആവേശ കൊടുമുടിയിലാഴ്ന്നിരുന്നു. സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം കുറച്ച് കലുഷിതമായിരുന്നു. അവിടെവിടെയായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകർ തമ്മിൽ വാക്കേറ്റങ്ങളും കയ്യാങ്കളികളും അരങ്ങേറി തുടങ്ങി. അങ്ങനെ സാഹചര്യം പതിവിലും ചൂടുപിടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പാകിസ്ഥാന്റെ സ്റ്റാൻഡിൻ ക്യാപ്റ്റൻ ആമിർ സുഹൈലും സ്റ്റാർ ബാറ്റ്സ്മാൻ സയ്യിദ് അൻവറും ബാറ്റിങ്ങിനായി ക്രീസിലെത്തുന്നത്. ഇന്ത്യൻ ആരാധകർ അപ്പോഴും 100% കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ നിമിഷ നേരം കൊണ്ട് അതെല്ലാം കെട്ടടങ്ങി. ഇന്നത്തെ T20 ശൈലിയിലായിരുന്നു അൻവറും സുഹൈലും ബാറ്റ് വീശിയത്. ആദ്യത്തെ 10 ഓവർ കഴിയുമ്പോഴേക്കും പാക് സ്കോർ വിക്കറ്റ് നഷ്ടമാവാതെ 80 കടന്നു. ഇന്ത്യൻ ക്യാമ്പിൽ ടെൻഷൻ കൂടിക്കൂടി വന്നു. ഈ ബാലികേറാമല എങ്ങനെയെങ്കിലും കടന്നു കിട്ടിയാൽ മതി എന്ന പ്രാർത്ഥനകൾ ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ മന്ത്രിക്കാൻ തുടങ്ങി. 11-ാം ഓവറിൽ തന്നെ സയ്യിദ് അൻവറിനെ ജവഗൽ ശ്രീനാഥ് മടക്കി. പക്ഷേ ആമിർ സുഹൈൽ നിർത്തുന്ന വട്ടം കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 14-ാം ഓവറിലേക്ക് മത്സരം കടന്നു. ലോക്കൽ ബോയ് വെങ്കടേഷ് പ്രസാദിന്റെ മുഖത്ത് പതിവിലും സമ്മർദ്ദം അനുഭവപ്പെട്ടു. 14-ാം ഓവറിലെ വെങ്കടേഷ് പ്രസാദ് എറിഞ്ഞ 5-ാം പന്ത് ആമിർ സുഹൈൽ എക്സ്ട്രാ കവറിലേക്ക് മനോഹരമായി തൊടുത്തുവിടുന്നു. അതൊരു നോർമൽ ബൗണ്ടറി ആയിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതിനുശേഷം ആമിർ സുഹൈൽ വെങ്കടേഷ് പ്രസാദിന്റെ നേർക്ക് ബാറ്റ് ചൂണ്ടി പന്ത് പോയ ദിശയിലേക്ക് പോയി എടുത്തിട്ട് വാ എന്ന തരത്തിൽ ഒരു ആക്ഷൻ കാണിക്കുന്നു. ഗാലറിയിലുണ്ടായിരുന്ന ഇന്ത്യൻ ആരാധകർക്ക് ദേഷ്യം അണപൊട്ടിയൊഴുകി. പക്ഷേ വെങ്കടേഷ് പ്രസാദ് പ്രതികരിച്ചില്ല. ഒന്നും മിണ്ടാതെ ബൗളിംഗ് എൻഡിലേക്ക് തിരിച്ചു പോകുന്നു. അടുത്ത പന്തെറിയാൻ റണ്ണപ്പെടുത്ത് വെങ്കടേഷ് പ്രസാദ് സുഹൈലിന് നേരെ പാഞ്ഞെടുത്തു. വീണ്ടും ഒരു ഭീകര ഷോട്ട് തൊടുക്കാനായി ബാറ്റ് വീശിയ ആമിർ സുഹൈലിന്റെ ശ്രമത്തെ ചെറുത്തുകൊണ്ട് വെങ്കിയുടെ ബോൾ സ്റ്റമ്പുകൾ തുളച്ചു കയറി. ക്ലീൻ ബൗണ്ട്. സുഹൈൽ ഔട്ട്. മെറ്റഫറിക്കലി കടക്ക് പുറത്ത് എന്ന് ആമിർ സുഹൈലിനോട് വെങ്കടേഷ് പ്രസാദ് പറഞ്ഞ നിമിഷം. ഇത്രയും മനോഹരമായ സൈലന്റായ പ്രതികാരം ലോക ക്രിക്കറ്റിൽ തന്നെ വിരളം. വെങ്കടേഷ് പ്രസാദ്, യു ബ്യൂട്ടി. ആമിർ സുഹൈൽ കൂടാരം കയറിയതോടെ പാക് നിരയുടെ തകർച്ച ആരംഭിച്ചു. അവർ ഓരോന്നായി അടിതെറ്റി വീഴാൻ തുടങ്ങി. ഒടുക്കം സ്കോർ 248 നിൽക്കുമ്പോൾ പാക് പട അടിയറവ് പറഞ്ഞു. ആമിർ സുഹൈലിനും വെങ്കടേഷ് പ്രസാദിനും ഇടയിൽ അന്ന് നടന്ന ഹീറ്റഡ് മൊമെന്റ് ഉണ്ടല്ലോ, അതുതന്നെയാണ് ഇന്നും ഓരോ ഇന്ത്യ പാക് പോരാട്ടത്തിലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ദ ഗ്രേറ്റസ്റ്റ് റൈവൽറി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ വീരേന്ദർ സെവാഗ് പറയും പോലെ പൊളിറ്റിക്കൽ ടെൻഷൻ ക്രിക്കറ്റിനെയും ബാധിച്ചപ്പോൾ ഇന്നത്തെ തലമുറയിലെ ക്രിക്കറ്റ് ആരാധകരുടെ ഏറ്റവും വലിയ മിസ് വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴോ നടക്കുന്ന ഇന്ത്യ പാക് സീരീസുകളാണ്. അത് പല അർത്ഥങ്ങളിലും ആഷസിനേക്കാൾ വലിയ റൈവൽറി ആകുന്നതും അതുകൊണ്ടാണ്. ഇന്നലെയും ഇന്നും നാളെയുമെല്ലാം ഈ പോരാട്ടം അറിയപ്പെടാൻ പോകുന്നതും ആ പേരിൽ തന്നെയായിരിക്കും. The greatest rivalry ever.